ജൈവ കൃഷിരീതിക്ക് കേരളത്തിൽ പ്രചാരമേറുകയാണ്. രാസവളങ്ങളും കീടനാശിനികളും പൂർണ്ണമായും ഒഴിവാക്കി പകരം ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിക്കുക എന്നതാണ് ജൈവ കൃഷിരീതിയുടെ തത്വം. പക്ഷേ ജൈവവളങ്ങൾ ആവശ്യാനുസരണം ലഭിക്കുന്നില്ല എന്നത് ജൈവ കൃഷിരീതിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നു. ഇതിനൊരു പരിഹാരം ജൈവവളങ്ങൾ വീട്ടിൽ തന്നെ നിർമ്മിക്കുക എന്നതാണ്. ഇത്തരത്തിൽ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാവുന്ന നല്ലൊരു ജൈവവളമാണ് അസോള. ജലത്തിൽ പൊങ്ങിക്കിടന്നു വളരുന്ന ഒരു പന്നൽ ചെടിയാണ് അസോള. അസോള ചെടിയിൽ ചേർന്നു വളരുന്ന നീലഹരിതപ്പായലായ അനാബീനയുടെ സഹായത്തോടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ വലിച്ചെടുത്ത് കോശങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കുവാൻ ഈ ചെടിക്ക് കഴിവുണ്ട്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളിൽ പ്രധാനിയാണ് നൈട്രജൻ. അതിനാൽ അസോള വളമായി നൽകുമ്പോൾ ഉള്ളിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ ചെടികൾക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ അസോളയിൽ അടങ്ങിയിരിക്കുന്ന നിരവധി സൂക്ഷ്മ മൂലകങ്ങളും വിറ്റമിനുകളും ചെടികൾക്ക് ലഭ്യമാകുന്നു. കാർഷിക മേഖലയിൽ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന അസോള മൃഗസംരക്ഷണ മേഖലയിലും പ്രാധാന്യം തെളിയിച്ചു കഴിഞ്ഞു. അസോളയിൽ 30% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇക്കാരണത്താൽ നല്ലൊരു കാലിത്തീറ്റ എന്ന നിലയിൽ അസോളയെ പ്രയോജനപ്പെടുത്തുന്ന നിരവധി ക്ഷീര കർഷകർ കേരളത്തിൽ ഇന്നുണ്ട്. അസോള തീറ്റയായി നൽകിയ കന്നുകാലികളുടെ പാലുൽപാദനം 15% വരെ വർദ്ധിച്ചു. പശുവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. തീറ്റ ഇനത്തിൽ നല്ല ലാഭവുമുണ്ടായി. കോഴികൾക്ക് അസോള നൽകുന്നത് മുട്ടയുടെ വലിപ്പം കൂടുന്നതിനും മുട്ടക്കരുവിന് നല്ല നിറം ലഭിക്കുന്നതിനും സഹായകമാണ്. നല്ലൊരു ജൈവവളവും കാലിത്തീറ്റയുമൊക്കെയായ അസോള എന്ന ഈ കൊച്ചു സസ്യത്തിന് കേരളത്തിൽ പ്രചാരമേറുകയാണ്. അടുത്ത കാലത്തായി കേരളം ഒരു അസോള വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒട്ടേറെ കർഷകർ വീട്ടുവളപ്പിൽ അസോള വളർത്തി തുടങ്ങിയിരിക്കുന്നു. വീട്ടുമുറ്റത്തോ മട്ടുപ്പാവിലോ തയ്യാറാക്കുന്ന കൃത്രിമ കുളത്തിൽ അസോള കൃഷി ചെയ്യാം. കുറഞ്ഞ ചെലവിൽ ഇത്തരം അസോള പാടങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇതിന് ചതുരാകൃതിയിൽ ഒരു കുഴി കുത്തുകയാണ് ആദ്യം വേണ്ടത്. 5 അടി നീളം, 3 അടി വീതി, 1 അടി താഴ്ച എന്ന കണക്കിലാണ് കുഴി നിർമ്മിക്കേണ്ടത്. കുഴി കുത്തുന്നതിനു പകരം ഇഷ്ടികയോ തടിക്കഷ്ണങ്ങളോ നിശ്ചിത അളവിൽ നിരത്തിയാലും മതി. തടിക്കഷ്ണങ്ങൾ ആണിയടിച്ചുറപ്പിച്ചാൽ ചട്ടത്തിന് കൂടുതൽ ഉറപ്പുണ്ടാകും. ഇതിനുള്ളിൽ അടിയിലായി പഴയ പ്ലാസ്റ്റിക് നിരത്തണം. മുകളിൽ ഗുണനിലവാരമുള്ള ടാർപോളിൻ ഷീറ്റ് വിരിക്കണം. ഏകദേശം 5 കിലോഗ്രാം വളക്കൂറുള്ള മണ്ണ് ഷീറ്റിനു മീതെ നിരത്തണം.
കുറച്ച് വെള്ളത്തിൽ 1/2 കിലോഗ്രാം പച്ച ചാണകം കലക്കണം. ഇതിന്റെ കൂടെ 20 ഗ്രാം രാജ്ഫോസും ചേർക്കണം. ഈ ലായനി ഷീറ്റിൽ നിരത്തിയ മണ്ണിനു മുകളിലേക്ക് ഒഴിക്കണം. തുടർന്ന് വെള്ളം ഒഴിക്കണം. അരയടി പൊക്കം വരത്തക്ക വിധത്തിൽ വെള്ളം കെട്ടി നിർത്തണം. വെള്ളത്തിന് മുകളിലായി 500 ഗ്രാം അസോള വിത്ത് വിതറാം. വിത്ത് വിതറിയ ശേഷം ഒരു കമ്പ് ഉപയോഗിച്ച് അസോളപ്പാടം ഇളക്കി കൊടുക്കണം. രണ്ടാഴ്ച കൊണ്ട് ജലോപരിതലത്തിൽ പച്ച പരവതാനി വിരിച്ച പോലെ അസോള വളർന്നു നിറയും. അതിനുശേഷം ദിവസേന വിളവെടുക്കാം. കൈകൊണ്ട് കോരി മാറ്റിയാണ് അസോള വിളവെടുക്കുന്നത്. ഈ ബെഡിൽ നിന്ന് കുറഞ്ഞത് 350 ഗ്രാം അസോള ദിവസേന വിളവെടുക്കാൻ കഴിയും. വാരിയെടുക്കുന്നതിനനുസരിച്ച് അസോള ജലാശയത്തിൽ വളർന്നു നിറയുന്നു. വിളവെടുത്ത അസോള നേരെ ചെടിച്ചുവട്ടിൽ ചേർക്കാം. കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നതിന് വിളവെടുത്ത അസോള ശുദ്ധജലത്തിൽ കഴുകിയെടുക്കണം. തുടർന്ന് 2 ഇരട്ടി കാലിത്തീറ്റയുമായി ചേർത്ത് കന്നുകാലികൾക്ക് നൽകാവുന്നതാണ്. അസോള നന്നായി വളരുന്നതിന് ആഴ്ചതോറും വളം പ്രയോഗിക്കണം. ആഴ്ചതോറും 100 ഗ്രാം പച്ചച്ചാണകവും 1 സ്പൂൺ രാജ്ഫോസും അസോള പാടത്തിൽ ചേർത്ത് ഇളക്കി കൊടുക്കണം. വളം അധികമായാൽ അസോള അഴുകിപ്പോകും. പാടത്തിൽ അരയടി പൊക്കത്തിൽ വെള്ളം നിലനിർത്തുവാനും ശ്രദ്ധിക്കണം. ഈ രീതിയിൽ അസോള കൃഷി ചെയ്യുമ്പോൾ 1 കിലോഗ്രാമിന് 30 പൈസയെ ചിലവ് വരികയുള്ളൂ. 25 ഡിഗ്രി സെൽഷ്യസ് ചൂടും 50% സൂര്യപ്രകാശവും 80% ആർദ്രതയുമാണ് അസോളയുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ വൃക്ഷച്ചുവട് പൊതുവെ അസോള കൃഷിക്ക് അനുയോജ്യമാണ്. മറ്റൊന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത വൃക്ഷത്തണലിൽ അസോള വളർത്തുന്നത് വഴി സ്ഥലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം സാധ്യമാകുന്നു. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ തണലുള്ള ഭാഗത്ത് അസോള വളർത്താൻ ശ്രദ്ധിക്കണം. ഒരു ബെഡിൽ നിന്ന് 6 മാസം വരെ തുടർച്ചയായി അസോള വിളവെടുക്കാൻ കഴിയും. 6 മാസത്തിനു ശേഷം പുതിയ കൃഷി തുടങ്ങുന്നതാണ് നല്ലത്. വെള്ളം വാർത്തു കളഞ്ഞ ശേഷം അസോളപ്പാടത്തിലെ മണ്ണ് കോരി വിളകൾക്ക് നൽകിയാൽ അതും നല്ലൊരു വളമായി. അതെ, പതിയെ പതിയെ അസോള മലയാള മണ്ണിൽ വേരുറപ്പിക്കുകയാണ്. അല്പം മനസ്സുവച്ചാൽ ഇത്തിരി സ്ഥലത്ത് നമുക്കും ഒരു അസോളപ്പാടമൊരുക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടാം. ഡോക്ടർ വി പത്മനാഭൻ, അസോസിയേറ്റ് പ്രൊഫസർ, കേരള കാർഷിക സർവകലാശാല. ഫോൺ നമ്പർ 0471 274 2237.